എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ ഞാൻ ഇന്ന് സഹായിക്കുന്നതാണ്. ഒരു വണ്ടി ഓടിക്കാൻ നിങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ പോലും നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവറെ കൂട്ടത്തിലിരുത്തി ലേണേഴ്സ് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിയമം കൃത്യമായിട്ട് പാലിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒരുപാട് ലാഗ് വരാതെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇവിടെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടിയുടെ താക്കോൽ ഇടുന്നത്. നിങ്ങൾ നോക്കുക, ഇഗ്നീഷ്യൻ കീ ഇടുന്ന ആ ഒരു ഭാഗം. ഇങ്ങോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് താക്കോൽ കയറ്റിയിടുന്നു. അതിനുശേഷം നമ്മളിത് ഒന്ന് തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇത് വളരെ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒന്ന് തിരിക്കുന്നു, വീണ്ടും ഒന്നും കൂടെ തിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു തിരിവായി. ഇനി മൂന്നാമത്തെ തിരിവിന് സ്റ്റാർട്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് ഒറ്റയടിക്ക് തിരിക്കാൻ നോക്കരുത്. നമ്മൾ എത്ര തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും മുന്നോട്ട് തിരിക്കുക. അറിയാതെ നമ്മൾ മുന്നോട്ട് കൂടുതലായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി കൃത്യമായിട്ടും ആ ഒരു മെത്തേഡിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ചാടും. അതിനെന്ത് ചെയ്യണം? താക്കോലിടുന്നു, ഒന്ന് തിരിക്കുന്നു, വീണ്ടും ഒന്നും കൂടെ തിരിക്കുന്നു. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ തിരിവിന് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വണ്ടിയുടെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ ഒരു ഡാഷ്ബോർഡിൻ്റെ ഏരിയ കാണാം. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാം, അതോടൊപ്പം തന്നെ ഗിയർ ലിവർ കാണാം. ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ലിവർ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് താഴെയായിട്ട് ഫുഡ് പെഡലുകൾ, ആക്സിലറേഷൻ, ബ്രേക്ക്, ക്ലച്ച്, ഈ 3 പെഡലുകൾ കാണാം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വലത്തെ കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്ക് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഗ്നീഷ്യൻ നമ്മൾ മൂന്നാമത്തെ, അതായത് കീ മൂന്നാമത്തെ തിരിവിലേക്ക് വരിക. 1, 2, മൂന്നാമത്തെ തിരിവിന് വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ഒന്ന് തിരിച്ചു കൊടുക്കുക. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി. ഇപ്പം ഓൾറെഡി വണ്ടി സ്റ്റാർട്ടായി. അതിനുശേഷം നമ്മൾ കീയിൽ നിന്ന് കൈ എടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്യണം? നമുക്ക് വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു വണ്ടിയെ നമുക്ക് മുന്നോട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്ലച്ചിൽ ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്കിൽ ചവിട്ടിയിട്ടുണ്ട്. ഈ ക്ലച്ച് ചവിട്ടുന്നത് വണ്ടിക്ക് എൻജിനുണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എൻജിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തുമ്പോഴാണ് വണ്ടി ഓടുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക, എൻജിൻ സ്റ്റാർട്ടായി. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി എൻജിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് ഗിയർ ബോക്സ് വഴി വീലുകളിലേക്ക് എത്തിക്കണം. ഈ ഗിയറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയെ വ്യത്യസ്ത വേഗത്തിൽ ചലിപ്പിക്കാനാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കിടക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ്. ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സെൻറ്ററിലായിട്ട് ഗിയർ കിടക്കുന്ന പൊസിഷനാണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വാഹനം റൺ ചെയ്യുന്ന ഒരു മോഡല്ല. ഈ ഒരു മോഡിൽ കിടക്കുമ്പോൾ നമ്മുടെ വണ്ടി കയറ്റത്താണെങ്കിൽ വണ്ടി കയറ്റത്ത് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി പുറകോട്ട് ഉരുണ്ടുപോകും. ഒരു ഇറക്കത്ത് ഇങ്ങനെയാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ മുന്നോട്ട് ഉരുണ്ടുപോകും. അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഈ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിവറിൽ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഫസ്റ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക്, ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് മേളിലേക്ക് തട്ടിയാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് വിടാം. അപ്പം ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഇടുക. ഇനി ഒരു വണ്ടി എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു പവർ ഉള്ളത് ഫസ്റ്റ് ഗിയറിനാണ്. അപ്പോൾ ഏറ്റവും ടോർക്ക് കൂടിയ, പവർ കൂടിയ ഗിയറാണ് ഫസ്റ്റ്. ഇനി ഓരോ ഗിയറും ഞാൻ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് എന്താണ്? ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു വണ്ടിയെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ട് ഉരുണ്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ 2 ടയറും ലോക്ക് ആകുന്നു. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ മേളിലേക്ക് കിടക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മേളിലേക്കൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടൺ ഓഫ് ആകും. അല്ലാതെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് താത്താൻ ശ്രമിച്ചാൽ ബട്ടൺ ഓഫ് ആകില്ല. അതിനെന്ത് ചെയ്യണം? ജസ്റ്റ് മേളിലേക്ക് പ്രസ് ചെയ്യുക. ഈ ഒരു ബട്ടണിൽ ഞെക്കി പിടിച്ചുകൊണ്ട് താഴോട്ട് താഴ്ത്തി വെക്കുക. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും ഓഫായി. ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ. വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ
പൂർണ്ണമായിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ വലത്തെ കൈ ഉപയോഗിച്ച് ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ സീറ്റ് ബെൽറ്റിന്റെ വള്ളി കൃത്യമായിട്ട് നമ്മളുടെ കൈയുടെ ഉൾഭാഗത്ത് കൃത്യമായിട്ട് ഇങ്ങനെ വരണം. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്ത് നമുക്ക് സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വലിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഇടത്തെ കൈ കൊണ്ട് ഈ ഒരു ലോക്കില്ലേ, ഈ ഒരു ലോക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലോക്ക് കൊടുക്കുന്നു. അങ്ങോട്ട് നമ്മൾ ഈ ക്ലിപ്പ് താഴോട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് പൂർണ്ണമായിട്ടും ലോക്കായി. ഇപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് വിട്ടു. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. ഇനി മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി നീങ്ങുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ നമുക്ക് ഗിയറിലേക്ക് എത്തിച്ചിട്ട് വീലുകളിലേക്ക് പോകണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ പതിയെ കാല് റിലീസ് ചെയ്യണം. അതിനു മുന്നേ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളതാണ്. ഈ ബ്രേക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്ന ഒരു വണ്ടിയെ നമുക്ക് സ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താനാണ്. അപ്പോൾ നമ്മളൊരു വണ്ടി മൂവ് ആക്കുന്ന സമയത്ത് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടിയെ മൂവ് ആക്കാൻ കഴിയില്ല. അതിനെന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു. ആക്സിലറേഷന്റെ ഉപയോഗം എന്താണ്, ഒരു വണ്ടിയുടെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ആക്സിലറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വണ്ടിയെ നമുക്ക് മൂവ് ആക്കുന്ന സമയത്ത് ഈ ആക്സിലറേഷന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചേക്കാണ്. ഇനി ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതിയെ കാലയച്ച് വരുമ്പോൾ വണ്ടി പതിയെ മൂവ് ആകുന്ന ഒരു പോയിന്റ് വരും. ആ ഒരു സമയത്താണ് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ വഴി വീലുകളിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ പതിയെ അയച്ചു വന്നു. ഏകദേശം ഒരു ഹാഫ് ക്ലച്ചിൻ്റെ, അതായത് ഇങ്ങനെ ക്ലച്ച് അയച്ചു വരുമ്പോൾ ഒരു ഹാഫ് ക്ലച്ചിന് പോയിന്റ് ഉണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ കൃത്യമായിട്ട് എത്തിയതിന് ശേഷം പതിയെ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വണ്ടിയെ ഇങ്ങനെ മൂവ് ആക്കാം. നിങ്ങൾ നോക്കിയാൽ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടിയായിട്ട് പോവാണ്. ഇനി വണ്ടി നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ വണ്ടി എടുക്കാൻ പഠിച്ചു. ഇനി വണ്ടി നിർത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ വണ്ടി നിർത്തിയിട്ടിരുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ എൻ്റെ കാല് ബ്രേക്കിലും ഉണ്ടായിരുന്നു. അപ്പം നിർത്തുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പിടിക്കുക. അപ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന ആ പവർ കട്ടാകും. ക്ലച്ച് ചവിട്ടുന്നു. എന്നിട്ട് ബ്രേക്കിലേക്കും കൂടെ വരുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് നമ്മൾ നിർത്തുന്നു. അപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി ബ്രേക്കും കൂടെ ചവിട്ടി കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊരു വണ്ടിയെ സേഫായിട്ട് നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും വളരെ കൺഫ്യൂഷനും പേടിയാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കാനായിട്ട് ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഒരുപാട് ആക്സിലറേഷൻ ഒന്നും കൊടുക്കണ്ട. അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വണ്ടിക്ക് നമുക്കൊരു മൂവ്മെൻറ്റ്സ് നൽകുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ കയറി വരികയാണ്. ഇനി എനിക്ക് സെക്കൻഡ് കൊടുക്കണം. വണ്ടി കറക്റ്റ് റോഡിൻ്റെ ഇടത്താണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. ചെറുതായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ആക്സിലറേഷൻ കൊടുക്കുന്നു. സ്റ്റിയറിംഗ് ഇടത്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക. സാവധാനം ക്ലച്ച് ഔട്ടുക. ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. അതായത് സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളത്, ഇടയ്ക്ക് ന്യൂട്രലുണ്ട്. അപ്പം ന്യൂട്രൽ പോയിന്റും കഴിഞ്ഞ് തൊട്ട് താഴെയാണ് സെക്കൻഡ് കിടക്കുന്നത്. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ഔട്ടി ബ്രേക്ക് ഔട്ടി. ഇതാണ് ഫസ്റ്റ് ഗിയർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കൈ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക. ഇവിടെ ന്യൂട്രൽ വരുന്നു, തൊട്ട് താഴോട്ടിട്ട സെക്കൻഡ് ഗിയർ വീഴുന്നു. കണ്ടോ, അപ്പോൾ സെക്കൻഡ് ഗിയർ വീണു. ഇനി തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഇങ്ങനെ പിടിക്കാനുള്ള ടൈം കിട്ടും. കാരണം സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് ഒറ്റയടിക്കല്ലല്ലോ ഇടുന്നത്. അപ്പോൾ നമുക്ക് കൈ ഇങ്ങനെ സാവധാനം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ടാണ് അടുത്തൊരു ഗിയർ ഇടുന്നത്. അപ്പോൾ തേർഡ് ഇടുമ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ സെക്കൻഡിൽ നിന്ന് ജസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരുന്നിട്ട് ലിവർ സെൻറ്റർ പോയിന്റിലാക്കുക. അതായത് ഇങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ടും പോകരുത്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് തേടി വിടും. കണ്ടോ, ഇനി സെൻറ്റർ പോയിന്റിലേക്ക് വീണ്ടും താഴോട്ടിട്ടാൽ ന്യൂട്രൽ വീഴുന്നു. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് വീണ്ടും തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. അപ്പം സെൻറ്ററിലാണ് തേർഡും
ഫോർത്തും ഉള്ളത്. അപ്പോൾ തേർഡും ഫോർത്തും ഇടുമ്പോൾ ഇങ്ങനെ ഇടുക, കണ്ടോ. ഇനി ഫിഫ്ത്ത് ഇടണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തന്നെ കൈ ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫിഫ്ത്ത് ഇടാം. ഓക്കെ. ഇനി റിവേഴ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈ ചേർത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ റിവേഴ്സ് വിടാം. അപ്പം നമുക്ക് സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള തേർഡും ഫോർത്തും ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. അപ്പം നിങ്ങൾക്ക് വീണ്ടും ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഫിഫ്ത്തിൽ പോകുന്നു, നമുക്ക് ഫോർത്തിലേക്ക് ഇടണം. ദേ ന്യൂട്രൽ വരുന്നു, തൊട്ട് താഴോട്ട് ഇടുന്നു, അതായത് സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴോട്ട് ഇടുന്നു. തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ന്യൂട്രൽ വരുന്നു, തൊട്ട് മേളിലേക്ക് ഇടുന്നു, കണ്ടോ. ഇനി സെക്കൻഡിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കൈ പിടിക്കുക, ന്യൂട്രലിലേക്ക് വരിക, ലെഫ്റ്റ് സൈഡ് ചേർക്കുക, ഇങ്ങനെ ഇടുക. കാരണം ഇനിയുള്ളത് ഇങ്ങോട്ട് ചേർത്താണ് ഇടുന്നത്. ഫസ്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതേ ഫസ്റ്റ് കൊടുക്കുന്നു, ക്ലച്ച് ചെയ്യുന്ന അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്നു. വണ്ടിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ്സ് മതി സെക്കൻഡ് കൊടുക്കാൻ. നമ്മൾ റോഡിൽ ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, മെല്ലെ ക്ലച്ച് ഔട്ടി പിടിക്കുക. ദേ ഇത്രയും സാവധാനത്തിൽ നിങ്ങൾ ഇട്ടാൽ ഇത് സെക്കൻഡ് ഇടുന്നു, ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു, അതിനുശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, കണ്ടോ. ഇനി തേർഡിലേക്ക് ഇട്ട് കാണിക്കാം. നിങ്ങൾ നോക്കുക, ലൈറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഞാൻ കൊടുക്കുകയാണ്. ഒത്തിരി മൂവ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടുത്തൊരു ഗിയർ ഇടാൻ, റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ ഈസി ആയിട്ട് ഇടാം. ദേ ഇപ്പോൾ റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണ്, ചെറിയൊരു ഇറക്കം കൂടി സ്ഥലമാണ്. ഇത് ബ്രേക്കിൽ വരുന്നു, ഇറക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ഈ ആക്സിലറേഷൻ പെഡലിലേക്ക് നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് വെച്ചേക്കുക. നമ്മളിവിടെ വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ബ്രേക്കിലേക്ക് വെക്കുക. അതിനുശേഷം തേർഡ് കൊടുക്കണമെന്ന് തോന്നിക്കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർന്ന് വരുന്നു, ദേ കൈ ഇങ്ങനെ പിടിക്കുന്നു, കണ്ടോ. ഇപ്പോൾ ഇനി ഇങ്ങനെ പിടിക്കാൻ ടൈമുണ്ട്. അതിനുശേഷം ക്ലച്ച് ഔട്ടുന്നു, ദേ തേർഡിലേക്ക് ഇടുന്നു, കണ്ടോ. എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക, വീണ്ടും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ ഇതേ തേടി പോകും. ഇനി ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ലൈറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമ്മളിതേ ഇതുപോലെ കൊടുക്കുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, സാവധാനം ക്ലച്ച് ഔട്ടുന്നു. ദേ ഇത്ര ഈസിയാണ്. ഫോർത്തിലേക്ക് ഇടുന്നു, ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കുന്നു, വീണ്ടും ദേ ആക്സിലറേഷൻ കൊടുക്കുന്നു, കണ്ടോ. ഞാൻ ഒത്തിരി തിരക്ക് പിടിച്ചാണോ ചെയ്യുന്നത്? അല്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഫോർത്തിൽ പോകുന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടേണ്ടത്. മുന്നിലൊരു കയറ്റം കാണുമ്പോൾ ഇതേ ക്ലച്ച് ചവിട്ടുന്നു, തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് തേർഡിലും കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും സാവധാനം ക്ലച്ച് ചവിട്ടുക, സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കുക. സെക്കൻഡിലും കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ച് ചവിട്ടുക, ദേ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗിയറിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത്, വണ്ടി നിന്ന് പോകുന്നതിന് മുന്നമേ അഡ്വാൻസ് ആയിട്ട് വലിയ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് ഒരുപാട് തിരക്ക് പിടിച്ച് ചെയ്യാതിരിക്കുക. മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിസ്സാര ടൈം കൊണ്ട് തന്നെ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. നമുക്കിത് പഠിച്ച് പ്രാക്ടീസ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് മെനക്കെടണം. ഏകദേശം ഒരു 10 ദിവസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഈ ഒരു മെത്തേഡ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ആരുടെയും സഹായമില്ലാതെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ട് ഒരു ഡ്രൈവറെ, വണ്ടി ഓടിക്കുന്ന ഒരാളെ നമ്മളിവിടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം തന്നെ ഒരു ലേണേഴ്സ് എഴുതിയതിന് ശേഷം നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒറ്റയ്ക്കുള്ള ഒരു പഠനം സുരക്ഷിതമല്ല. എപ്പോഴും കൂട്ടത്തിൽ ഒരു പഠിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത് അപകടങ്ങൾ ഒഴിവാക്കാനും കൂടുതൽ വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഞാൻ നിർത്താം. അതായത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് 2 ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഈ ലിവറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലെ വൈപ്പർ പ്രവർത്തിക്കാനായിട്ടാണ് നമ്മൾ ഈ ലിവർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ലിവർ ജസ്റ്റ് താഴോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫ്രണ്ടിലെ വൈപ്പർ ഓണായി. അത് നമുക്ക് വീണ്ടും ഓഫ് ചെയ്യാനായിട്ട് അതേ ഇങ്ങോട്ട് ഇടുന്നു, മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിവർ വെച്ച് ഈ വൈപ്പർ ഓഫ് ചെയ്യാം. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലെ ലിവർ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ പ്രവർത്തിക്കാനാണ്. നമുക്ക് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല തെളിച്ചമുള്ള വെട്ടം വേണം, താഴ്ന്ന വെട്ടം വേണം, റോഡ് മാത്രം കാണാവുന്ന രീതിയിൽ. അതിനാണ് നമ്മൾ ബ്രൈറ്റ് മോഡ്, ഡിം മോഡ് വിടുന്നത്. നമ്മളിത് ഈ ഹെഡ്ലൈറ്റ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ലൈറ്റ് തെളിയും. ഇനി അത് തീർത്തും ഇങ്ങനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് ഓഫ് ചെയ്യാൻ കഴിയും. ഈ ഒരു ലിവർ നമ്മൾ ജസ്റ്റ് മേളിലേക്കും താഴോട്ടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റ് മോഡിലേക്ക് വരും. ബ്രൈറ്റ് മോഡ് വരുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ ഒരു നീലവെട്ടം തെളിയും. ആ നീലവെട്ടത്തിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ബ്രൈറ്റ് മോഡിലാണെന്നാണ്. അപ്പം വീണ്ടും ഡിം
മോഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴോട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിം മോഡിലേക്ക് വരാം. പിന്നെ ഈ സെൻറ്റർ പോയിന്റിൽ കാണുന്ന വണ്ടിയുടെ മീറ്റർ കൺസോളാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കിലോമീറ്റർ സ്പീഡ് അറിയാം, RPM മീറ്റർ അറിയാം. ഇവിടെ നമുക്ക് കിലോമീറ്റർ സ്പീഡ് അറിയാം. ഇവിടെ നമുക്ക് ഫ്യൂവലിൻ്റെ അളവ്, ഹീറ്റിൻ്റെ അളവ് അറിയാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഈ സെൻട്രലായിട്ടുള്ള വണ്ടിയുടെ ഡാഷ്ബോർഡാണ്. ഇവിടെ നമുക്ക് AC-യുടെ വെൻറ്റുകൾ കാണാം. അത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം, റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ AC ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇവിടെ AC ഓൺ ആക്കിയിട്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് AC ഓൺ ആകുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെൻറ്റർ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ, റൈറ്റ് സൈഡിലെ മിററൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓടിക്കുക. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഇതേ തൊട്ട് മേളിൽ കൊടുക്കാം, നിങ്ങൾ കയറി ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.